Hi all, welcome to Once Coaching. Today we are going to discuss subject operating system. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3 ഒരു ഡെമോ സെഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. TLB ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ എന്നാണ് ടോപ്പിക്ക്. സോ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് എ ക്യാഷ് മെമ്മറി. നമ്മുടെ ഒരു ക്യാഷ് മെമ്മറി പോലെ നമ്മൾ പേജിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ് TLB എന്ന് പറയുന്നത്. സോ നമുക്ക് TLB എന്താണെന്ന് നോക്കാം. So, translation look aside buffer is a vital component in modern operating system, serving as a cache memory that accelerates the translation of virtual address to physical address. അതായത് വിർച്വൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാറ്റുമ്പോൾ ഒരു ക്യാഷ് മെമ്മറി പോലെ ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ TLB എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ പേജിങ് ഒക്കെ പഠിക്കുമ്പോൾ പേജ് ടേബിൾ പഠിക്കുന്നുണ്ട്. എന്താണ് പേജ് ടേബിളിൽ വരുന്നത്? അതായത് നമ്മളുടെ ഫിസിക്കൽ അഡ്രസ്സ്, അതായത് നമ്മളുടെ ഫിസിക്കൽ മെമ്മറിയിൽ നിന്ന് വിർച്വൽ മെമ്മറിയിലെ എന്തെങ്കിലും ഒരു ഡേറ്റ നമ്മൾ ഫിസിക്കൽ മെമ്മറിയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഏതെങ്കിലും ഒരു പേജ് കൊണ്ടുവയ്ക്കുമ്പോൾ, ഇപ്പോൾ P1 എന്ന് പറയുന്നൊരു പേജ് നമ്മൾ ഈ ഫിസിക്കൽ മെമ്മറിയിലേക്ക് കൊണ്ടുവച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പേജ് ടേബിളിൽ അപ്ഡേറ്റ് ചെയ്യണം. P1 എന്ന് പറയുന്ന ഒരു പേജ് നമ്മൾ ഈ ഫിസിക്കൽ മെമ്മറിയിലേക്ക് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഈ പേജ് ടേബിളിൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പേജ് ടേബിളിൻ്റെ കുറച്ചുകൂടെ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പേജ് ടേബിളിൻ്റെ ഒരു സബ്സെറ്റ് പോലെ ആക്ട് ചെയ്യുന്നതാണ് എന്ത്, ഈ TLB എന്ന് പറഞ്ഞാൽ. പേജ് ടേബിളിനെക്കാട്ടി സൈസ് കുറഞ്ഞ ഒരു സ്ട്രക്ചറാണ് എന്തിന്, TLBക്കുള്ളത്. സോ നമ്മൾ മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പേജുകളായിരിക്കും എവിടെ സ്റ്റോർ ചെയ്യുന്നത്, ഈ TLBയിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ വിർച്വൽ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്ന വിർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഈ TLB യൂസ് ചെയ്യാറുണ്ട്. So it reduces memory access latency by storing recently used address mapping. കണ്ടോ, റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അഡ്രസ് മാപ്പിങ്ങുകൾ അല്ലെങ്കിൽ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന പേജുകളാണ് നമ്മളിവിടെ റെഫർ ചെയ്യുന്നത്. സോ പേജ് ടേബിൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ സൈസാണ്. അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, ഏതെങ്കിലും ഒരു പേജ് ആവശ്യമുണ്ട്, ആ പേജ് നമുക്ക് മെയിൻ മെമ്മറിയിൽ ഉണ്ടോ എന്ന് അറിയണം. അപ്പോൾ നമ്മൾ ഈ പേജ് ടേബിൾ നോക്കുന്നതിനെക്കാട്ടിലും ഈ നമ്മൾ TLB നോക്കുന്നതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ്. പെട്ടെന്ന് തന്നെ നോക്കിയെടുക്കാനായിട്ട് TLB ആണ് കുറച്ചുകൂടെ എഫക്റ്റീവ്. സോ അതുകൊണ്ട് തന്നെ ഫാസ്റ്റർ ആയിരിക്കും അതിൻ്റെ റിട്രീവൽ എന്ന് പറയുന്നത്. ഫാസ്റ്ററായിട്ട് നമുക്ക് നോക്കിയെടുക്കാനായിട്ട് സാധിക്കും. What is TLB OS? The translation look aside buffer TLB in an operating system is a hardware component. അതൊരു ഹാർഡ്വെയർ കമ്പോണൻ്റ്. TLB എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്. that serve as a cache for virtual to physical address translation process. അതൊരു ക്യാഷ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്യാഷ് മെമ്മറി എന്താണ്, നമ്മൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഒരു ക്യാഷ് മെമ്മറി ആയിട്ടാണ് ഈ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ നമ്മൾ നോക്കുന്നത്. So it stores a subset of recently used virtual memory page mapping, making it faster to translate virtual address generated by program into corresponding physical address in main memory. അപ്പോൾ ഈ പേജ് മാപ്പിംഗ് എന്താ ചെയ്യുന്നത്, മേക്കിംഗ് ഇറ്റ് ഫാസ്റ്റർ ടു ട്രാൻസ്ലേറ്റ് വിർച്വൽ അഡ്രസ് ജനറേറ്റഡ് ബൈ പ്രോഗ്രാം. അതായത് ഈ വിർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ആര് സഹായിക്കും, ഈ TLB സഹായിക്കും. ആക്ച്വലി TLB എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മിനിയേച്ചർ വേർഷൻ ഓഫ് പേജ് ടേബിൾ. പേജ് ടേബിളിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് TLB. ഇനി when a program access memory, the TLB is consulted. ഇനിയിപ്പോൾ നമുക്കൊരു പേജ് വേണം. ഇപ്പോൾ P5 എന്ന് പറഞ്ഞ പേജ് നമുക്ക് ആവശ്യമാണ്. അത് മെമ്മറിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം TLBയെ കൺസൾട്ട് ചെയ്യും. P5 ഈ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അത് ഈ TLBയിൽ കാണും. പേജ് ടേബിളിൽ അങ്ങനെയല്ലേ, പേജ് ടേബിൾ എങ്ങനെയാണ്, വിർച്വൽ മെമ്മറിയിൽ നിന്ന് ഒരു പേജ് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവച്ചാൽ അപ്പം തന്നെ അത് പേജ് ടേബിളിൽ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ TLBയിലും അപ്ഡേറ്റ് ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള പേജുകളൊക്കെ ആക്സസ് ചെയ്യുന്ന റീസെൻ്റ് ആയിട്ടുള്ള പേജുകളൊക്കെ TLBയിലും കാണും. അപ്പം നമുക്കിപ്പോൾ P5 എന്ന് പറഞ്ഞൊരു പേജ് വേണം, അത് നമ്മൾ എന്ത് ചെയ്യും, മെയിൻ മെമ്മറിയിൽ ഉണ്ടോ എന്ന് അറിയാൻ ഈ TLBയിൽ നോക്കും. ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ദ നെസസറി ട്രാൻസ്ലേഷൻ ദിസ് റിസൾട്ടിനെ TLB ഹിറ്റ്. TLBയിൽ ഉണ്ടെങ്കിൽ നമ്മളതിന് TLB ഹിറ്റ് എന്നാണ് പറയുന്നത്. TLBയിൽ ഇല്ലെങ്കിലോ അതിന് TLB മിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ടേം ഉണ്ട്, TLB ഹിറ്റ് ആൻഡ് TLB മിസ്. ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നോക്കാം. നീഡ് ഓഫ് TLB. എന്താണ് TLBയുടെ നീഡ്? The translation look aside buffer is needed in computer system, particularly in context of virtual memory and memory management for several crucial reasons. നമുക്ക് പല റീസണിന് വേണ്ടിയിട്ട്, മെയിനായിട്ടും എന്താണ്, അഡ്രസ് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അഡ്രസ്സ് നമ്മുടെ ഇപ്പോൾ ക്യാഷ് മെമ്മറി പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അതായത് വിർച്വൽ മെമ്മറിയിൽ നിന്ന് നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ മെമ്മറിയിൽ ഉണ്ടെന്നുള്ളൊരു ക്യാഷ് സ്ട്രക്ചറായിട്ടാണ് നമ്മൾ TLB നോക്കുന്നത്. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തെ നീഡ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ മെമ്മറി ആക്സസ്. നമുക്ക് പെട്ടെന്ന് തന്നെ
മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. വെൻ എ പ്രോഗ്രാം ആക്സസ് എ മെമ്മറി, എ TLB hit can provide the required translation almost instantly, reducing the time it takes to fetch data from main memory. This leads to faster program execution and improved system performance. അതായത് നമ്മൾ TLB നോക്കിയാൽ TLB ഹിറ്റ് ആണെങ്കിൽ ആ TLBയിൽ അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് മെയിൻ മെമ്മറിയിലേക്ക് എടുത്തു വെക്കാം. അല്ലാതെ മെയിൻ മെമ്മറി കംപ്ലീറ്റ് ആയിട്ട് നോക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ പേജ് ടേബിളൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ TLB ആണെങ്കിൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് നോക്കിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തത് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് മെമ്മറി യൂസ് ചെയ്യാൻ. വിർച്വൽ മെമ്മറി സിസ്റ്റം അലൗ പ്രോഗ്രാം ടു ആക്സസ് മോർ മെമ്മറി ദാൻ ഫിസിക്കലി അവൈലബിൾ. ദിസ് റെഡ്യൂസ് കണ്ടൻഷൻ ഫോർ മെമ്മറി റിസോഴ്സ് ആൻഡ് ഇംപ്രൂവ് ഓവറോൾ സിസ്റ്റം എഫിഷ്യൻസി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ വിർച്വൽ മെമ്മറി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഫിസിക്കൽ മെമ്മറി ലിമിറ്റഡ് ആണെങ്കിൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പിംഗ് വഴി നമുക്ക് കുറച്ചുകൂടെ മെമ്മറി മാനേജ്മെൻറ്റ് ഈസി ആക്കാനായിട്ട് TLB ഹെൽപ്പ് ചെയ്യും. അടുത്തത് റെഡ്യൂസ്ഡ് പവർ കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും. ആക്സസിങ് മെയിൻ മെമ്മറി കൺസ്യൂം മോർ പവർ കമ്പയർ ടു ആക്സസിങ് ദ TLB. അതായത് നമ്മൾ ഈ മെയിൻ മെമ്മറി ഇത് ഫുൾ കമ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും TLB ആണെങ്കിൽ കുറച്ചുകൂടെ സൈസ് കുറവാണ്, ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന പേജുകളാണ് അതിനകത്തുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പവർ കൺസപ്ഷൻ കുറവ് മതി എന്ത് യൂസ് ചെയ്താൽ, TLB യൂസ് ചെയ്താൽ. അടുത്തത് മിനിമൈസ്ഡ് പേജ് ടേബിൾ ആക്സസ്. Without TLB, every virtual to physical address translation would require accessing the page table in main memory, which can be time consuming. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിർച്വൽ ടു ഫിസിക്കൽ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് TLB വേണം. അതല്ല TLB പ്രസന്റ് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ സിസ്റ്റത്തിലൊന്നും TLB ഇല്ല. TLB ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പേജ് ടേബിൾ നോക്കിയാൽ മാത്രമേ നമുക്ക് ആ മെയിൻ മെമ്മറിയിൽ ആ പേജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, അതെന്ന് പറഞ്ഞാൽ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ക്ലിയർ? ഇനി അടുത്തത് ഇംപ്രൂവ്ഡ് സിസ്റ്റം റെസ്പോൺസീവ്നെസ്. TLB help in maintaining the system responsiveness. It ensures that memory access operations, which are fundamental to program execution, are as quick as possible, reducing perceived delay and ensuring a smooth user experience. അതായത് നമുക്ക് കുറച്ചും കൂടെ റെസ്പോൺസീവ് ആയിരിക്കും. അതായത് നമ്മൾ പേജ് ടേബിളൊക്കെ നോക്കി അല്ലെങ്കിൽ മെയിൻ മെമ്മറി മൊത്തം നോക്കി നമ്മൾ അതിന് കണ്ടുപിടിക്കുന്നതിലും TLB നോക്കി കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു അപ്പം തന്നെ ഔട്ട്പുട്ട് കിട്ടുന്ന പോലെ ആ ഒരു റെസ്പോൺസ് നമുക്ക് സിസ്റ്റം തരും. അപ്പോൾ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ TLB ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഫാസ്റ്റർ മെമ്മറി ആക്സസ്, എഫിഷ്യൻറ്റ് യൂസ് ഓഫ് മെമ്മറി, അടുത്തത് റിഡ്യൂസ്ഡ് പവർ കൺസപ്ഷൻ, മിനിമൈസ്ഡ് പേജ് ടേബിൾ ആക്സസ്, ഇംപ്രൂവ്ഡ് സിസ്റ്റം റെസ്പോൺസീവ്നെസ്. അടുത്തത് സ്റ്റെപ്സ് ഇൻ TLBയുടെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. A TLB hit occur when translation look-aside buffer contain required virtual to physical address translation for a memory access operation. When a TLB hit happen, the steps involved are relatively straightforward and efficient. അതായത് നമ്മളിപ്പോൾ CPU നോക്കുവാണ്. CPU നോക്കുമ്പം ഇതാണ് TLB, നമ്മുടെ TLB. അപ്പോൾ ഈ TLBയിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ TLB നോക്കിയിട്ട് ഇതാണ് TLB, ഈ TLBയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് TLB ഹിറ്റ് എന്ന് പറയും. TLB ഹിറ്റ്. ഇനി എന്ത് ചെയ്യും, TLBയിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, TLB മിസ് എന്നാണ് അതിന് പറയുന്നത്. TLB മിസ്. TLBയിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മെയിൻ മെമ്മറിയിലേക്ക് നമ്മുടെ പേജ് ടേബിളിലേക്ക് നോക്കണം. ആ പേജ് ടേബിളിൽ നിന്ന് പിന്നെ നമ്മളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോ പ്രോസസ്സിനും ഓരോ പേജ് ടേബിളുണ്ട്. ആ പേജ് ടേബിളിൽ നോക്കിയിട്ട് വേണം പിന്നെ അത് കണ്ടുപിടിക്കണം. അപ്പോൾ ആക്ച്വലി ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, CPU ജനറേറ്റ് എ വിർച്വൽ മെമ്മറി അഡ്രസ് ടിപ്പിക്കലി ആസ് പാർട്ട് ഓഫ് ടു ലോഡ് ഓർ സ്റ്റോർ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ CPU ഒരു വിർച്വൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. സാധാരണയായിട്ട് നമ്മളൊരു പ്രോസസ്സ് നടക്കുമ്പോൾ CPU ഒരു വിർച്വൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. CPU check for a match between the generated virtual address and the entire stored in the TLB. എന്നിട്ട് എന്ത് ചെയ്യും, CPU ഒന്ന് മാച്ച് ചെയ്ത് നോക്കും ഈ വിർച്വൽ അഡ്രസ്സ് TLBയിൽ ഉണ്ടോ എന്ന് നോക്കും. CPU retrieve the corresponding physical address from the TLB entry. This physical address is used to access the actual data stored in main memory. അതായത് മെയിൻ മെമ്മറിയിലെ ആക്ച്വൽ ഡേറ്റയായിട്ട്, അതായത് TLBയിൽ ഉണ്ടെങ്കിൽ എന്താ അർത്ഥം, അത് മെയിൻ മെമ്മറിയിൽ ഉണ്ടെന്നല്ലേ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യും. With the physical address obtained from TLB, the CPU can access the data in main memory. അപ്പോൾ TLBയിൽ അത് ഉണ്ടെങ്കിൽ CPUവിന് അത് ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെയാണ് വിചാരിച്ച, ഇത് CPU, ഇത് TLB, ഇത് മെയിൻ മെമ്മറി. ഓക്കെ, അപ്പോൾ ആദ്യം ഇപ്പോൾ CPUവിന് ഒരു പേജ് വേണമെങ്കിൽ CPU ആദ്യം ഈ TLBയിൽ പോയി നോക്കും. ആ TLBയിൽ ഉണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ആ പേജിന് എന്ത് ചെയ്യും, ഇപ്പോൾ P5 എന്ന് പറഞ്ഞൊരു പേജ് ആണെങ്കിൽ CPU TLB പോയി നോക്കും, P5 ഇവിടെ ഉണ്ട്, ആ P5നെ എടുത്ത് ഈ ഫിസിക്കൽ മെമ്മറിയിൽ കൊണ്ടുവയ്ക്കും. സോ അതിന് നമ്മൾ ഹിറ്റ് എന്ന് പറയും, TLB ഹിറ്റ്.
ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഇപ്പം ഇതിനകത്തില്ല, P7 എന്ന് പറഞ്ഞൊരു പേജ് ഇതിനകത്തില്ല, അതാണെങ്കിൽ അത് പേജ് ടേബിളിൽ പോയി നോക്കും. പേജ് ടേബിൾ അവിടുന്ന് P7 കിട്ടും. ആ P7 എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ പേജ് ടേബിൾ നോക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. ക്ലിയർ. ഇനി സ്റ്റെപ്സ് ഇൻ TLB മിസ്. TLB മിസ്സാവുന്ന കണ്ടീഷൻ. A program or process initiate a memory access operation by generating a virtual memory address. അപ്പോൾ ഒരു പ്രോഗ്രാമോ ഒരു പ്രോസസ്സോ ഇനിഷ്യേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ബൈ ജനറേറ്റിംഗ് എ വിർച്വൽ മെമ്മറി അഡ്രസ്. ഒരു വിർച്വൽ മെമ്മറി അഡ്രസ് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. CPU ചെക്ക് ദ TLB. CPU എന്ത് ചെയ്യും? TLB ചെക്ക് ചെയ്യും match between the generator virtual address and the entry stored in the TLB. In the case of TLB miss, no matching entry found in TLB. അതായത് മിസ് എന്ന് പറഞ്ഞാൽ ആ TLBയിൽ ആ പേജ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ പേജ് നമ്മൾ എവിടെ പോയി എടുക്കണം? പേജ് ടേബിളിൽ പോയി എടുക്കണം. Now the CPU must consult the page table. കണ്ടോ ആ പേജ് ടേബിൾ? ഞാൻ ഈ പടം വരച്ചത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. CPU ആദ്യം നോക്കും TLBയിലോട്ട്. TLBയിൽ ആ പേജ് ഇല്ലെങ്കിൽ ആ പേജിനെ എവിടെ പോയി എടുക്കണം? പേജ് ടേബിളിൽ പോയി എടുക്കണം. TLBയിൽ ആ പേജ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് മെയിൻ മെമ്മറി കൊണ്ടുവയ്ക്കാം. അല്ലെങ്കിൽ പേജ് ടേബിളിൽ പോയി നോക്കിയിട്ട് ആ പേജ് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പം അതെന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. വിച്ച് ഡേറ്റ സ്ട്രക്ചർ ഇൻ മെയിൻ മെമ്മറി മെയിൻറ്റെയിൻഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണ് പേജ് ടേബിളിൽ നോക്കണം. ഇനി അത് CPU ആക്സസ് ദ പേജ് ടേബിൾ. അപ്പം ഇല്ലല്ലോ, ആ ഡേറ്റ ഇല്ല. അപ്പം പേജ് ടേബിളിൽ നോക്കി, എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യും? അതിനെ ആക്സസ് ചെയ്യും. ആ പേജ് ടേബിളിൽ നിന്ന് ആ ഡേറ്റ റിട്രീവ് ചെയ്യും. CPU അപ്ഡേറ്റ് ദ TLB. എന്നിട്ട് എന്ത് ചെയ്യും? ആ പേജ് ടേബിളിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ P7 ആയിരുന്നു. ആ P7 ഇതിനകത്തില്ല, TLBയിലില്ല. അപ്പോൾ പേജ് ടേബിൾ നോക്കി P7 കണ്ടുപിടിച്ചു. P7 എന്നിട്ട് ഇവിടെ P7 കൊണ്ടുവച്ചു. എന്നിട്ട് ഈ TLBയിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? അടുത്ത പ്രാവശ്യം നോക്കുമ്പോഴും ആ P7 വീണ്ടും ഒരു P7 ആവശ്യമായിട്ട് വരുമ്പോൾ കാണൂല. അതുകൊണ്ട് എപ്പോഴും TLB അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് CPU അപ്ഡേറ്റ് ദ TLB വിത്ത് എ ന്യൂ ട്രാൻസ്ലേഷൻ ഇൻഫർമേഷൻ. അപ്പോൾ TLB അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. വിത്തിൻ ദ ട്രാൻസ്ലേഷൻ ഇൻഫർമേഷൻ ഫ്രം പേജ് ടേബിൾ ദ CPU കാൽക്കുലേറ്റ് ദ ഫിസിക്കൽ അഡ്രസ്. എന്നിട്ട് പിന്നെ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് CPU ആ പ്രോസസ്സ് റൺ ചെയ്യും. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു ഫിഗറാണ്. CPU ഒരു ലോജിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്തു. എന്നിട്ട് അത് ക്യാഷിൽ അല്ലെങ്കിൽ TLBയിൽ ഉണ്ടോ എന്ന് നോക്കി. TLB ഹിറ്റ് ആണെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രെയിമും ഓഫ്സെറ്റും, ഇതാണ് ഒരു ഫ്രെയിമും ഓഫ്സെറ്റും എന്നാണ് അതിനെ പറയുന്നത്. ആ ഫ്രെയിമും ഓഫ്സെറ്റും ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൊണ്ടുവച്ചു. ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ പേജ് ടേബിൾ നോക്കുകയാണ്. ഇവിടെ TLBയിലില്ല. സോ പേജ് ടേബിൾ നോക്കി. പേജ് ടേബിൾ നോക്കുന്നതിന് TLB മിസ് എന്നാണ് പറയുന്നത്. TLB മിസ്സാണ്. അപ്പം അതുകൊണ്ട് അവിടുന്ന് ഒരു ഫ്രെയിമും ഓഫ്സെറ്റും എടുത്തു. എന്നിട്ട് ഫിസിക്കൽ മെമ്മറിയിലേക്ക് കൊണ്ടുവച്ചു. ഈ ഫിഗർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഇതാണ്. അപ്പം നമ്മൾ TLB എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ക്യാഷ് മെമ്മറി പോലെയാണ്. നമ്മൾ CPU ഒരു വിർച്വൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. എന്നിട്ടത് TLBയിലേക്ക് നോക്കും. TLB എന്തിനാണെന്ന് വെച്ചാൽ പേജ് ടേബിൾ പോലെ തന്നെ ഒരു ബഫറാണ് TLB. പക്ഷേ പേജ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി എൻട്രീസ് ഉണ്ട്. നോക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. TLBയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. മോസ്റ്റ് റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നതാണ് അഡ്രസ് ട്രാൻസ്ലേഷൻസ് ആണ് TLBയിൽ വെക്കുന്നത്. അപ്പോൾ CPU-ന് ഇപ്പോൾ ഒരു ഇത് പ്രോസസ്സ് വേണം അല്ലെങ്കിൽ ഒരു പേജ് വേണമെങ്കിൽ TLB പോയി നോക്കും. TLBയിൽ ഉണ്ടെങ്കിൽ അതിന് TLB ഹിറ്റ് എന്ന് പറയും. എന്നിട്ട് അതിനെ മെയിൻ മെമ്മറി കൊണ്ടുപോകും. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യും. TLBയിൽ ഇല്ലെങ്കിൽ അതിനെ TLB മിസ് എന്നാണ് പറയുന്നത്. അതിനെ പേജ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കും. പേജ് ടേബിൾ നോക്കും. പേജ് ടേബിൾ അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതിന് മെയിൻ മെമ്മറി കൊണ്ടുവന്നിട്ട് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. പേജ് ടേബിളിൽ നിന്ന് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനെ TLB എന്ത് ചെയ്യും? TLB അപ്ഡേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇനി അത് ആവശ്യമുള്ളപ്പം നമുക്ക് ഇതിനത് കിട്ടില്ല. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിംഗ് ദിസ് സെഷൻ. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.